യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നിങ്ങൾ എന്റെ റസൂലുള്ളാന്റെ മുമ്പില്, എന്റെ പ്രവാചകരുടെ ചാരത്തു നിങ്ങൾ എത്തിയാൽ നിങ്ങൾ എന്റെ നബിയുടെ ശബ്ദത്തെക്കാൾ എന്റെ നബിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തില് ശബ്ദമുയർത്തല്ല, ഒച്ചപ്പാടുണ്ടാക്കല്ല, ബഹളങ്ങൾ ഉണ്ടാക്കല്ല. അങ്ങനെ നിങ്ങൾ ബഹളം വെച്ചാൽ നിങ്ങൾ അമലുകൾ മുഴുവനോ അള്ളയായ ഞാൻ പൊളിച്ചു കളയുമേ. ഈ ആയത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തില് വളരെ പ്രഗൽഭനായ ഒരു സ്വഹാബിയുണ്ട്, മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അല്പം കേൾവി കുറവുള്ള ആളാണ്. കേൾവിക്ക് അല്പം കുറവുള്ള ആളായത് കൊണ്ട് തന്നെ നബി തങ്ങളുടെ അടുത്തിരിക്കുമ്പോഴോ മറ്റാരോടെങ്കിലും സംസാരിക്കുമ്പോ കേൾവി കുറവുള്ള ആളുകൾ സാധാരണഗതിയില് ഒച്ചത്തിൽ സംസാരിക്കുമല്ലോ. ഇതുപോലെ സാബിത്ത് ബിൻ ഖൈസ് തങ്ങള് കുറെ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോ, ഏത് ആയത്താണ്? ഓ മുഅ്മിനീങ്ങള്, നിങ്ങൾ എന്റെ റസൂലുള്ളാഹിന്റെ ചാരത്ത് വെച്ച്, അടുത്ത് സമീപത്ത് വെച്ച് നിങ്ങളെ ശബ്ദത്തെ ഉയർത്താൻ പാടില്ല. അങ്ങനെ ഉയർന്നാൽ നിങ്ങളെ എല്ലാ അമലുകളോ സൽക്രമങ്ങളും അള്ളയായ ഞാൻ പൊളിച്ചു കളയുമേ. ആനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുമ്പോൾ നബി തങ്ങളെ സദസ്സിൽ നിന്നും സാബിത്ത് ബിൻ ഖൈസ് തങ്ങൾ ഇറങ്ങി ഒറ്റ ഓട്ടമാണ്. ഒരോട്ടം വീട്ടിലേക്ക് പോണു. പോകുന്ന വഴിയിൽ മദീനത്തു ചന്തയിൽ അങ്ങാടിയിൽ നിന്നിട്ട് കുറച്ച് ആണികൾ വാങ്ങുകയാണ്. ആണികളും വാങ്ങി വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞോ, ഞാനിതാ റൂമിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഞാൻ റൂമിന്റെ ഉള്ളിൽ കിടന്നാൽ എന്റെ റൂമിന്റെ വാതിലുകള് ഈ ആണികൾ കൊണ്ട് നീ ഭദ്രമായി നീ ബന്ധിക്കണം. ആര് വിളിച്ചാലും ഞാൻ തുറക്കൂല. ഇനി എനിക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങണ്ട. കാരണം അല്ലാഹു എന്നെ സംബന്ധിച്ചാണ്, അല്ലാഹു എന്നെ പറ്റിയിട്ടാണ് ആയത്തിറക്കിയത്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ അമലുകൾ പൊളിഞ്ഞു പോകൂ. ഇനി എന്റെ അമലുകൾ പൊളിച്ചു കളയാൻ ഞാൻ മദീനത്ത് പള്ളിയിൽ പോവില്ല, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെല്ലൂല്ല. കാരണം സാധാരണഗതിയില് ഒരൽപ്പം കേൾവി കുറവുള്ള ആളായതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം ഞാൻ പോലും അറിയാതെ റസൂലുള്ളാഹി തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തില് അവിടുത്തെ സദസ്സിൽ ശബ്ദമുയർന്നു പോകൂലേ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദീനത്ത് പള്ളിയിലേക്ക് പോകൂല. ഫജലസ സാബിത്ത് ഫീ ബൈതിഹി, വീട്ടിൽ തന്നെ ഇരുന്നു. ആര്? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ഭാര്യ പറഞ്ഞതുപോലെ കതക് ബന്ധിച്ചു, ആണിയടിച്ചു, നന്നായി ബന്ധിച്ചു. എന്നിട്ടോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അടയ്ക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട ആ റൂമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സാബിത്ത് ബിൻ ഖൈസ് തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹബിത അമലി, ഹബിത അമലി, ഹബിത അമലി. ഈ സാബിത്ത് ഇത്രയും നാൾ സമ്പാദിച്ച സാബിത്തിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയല്ലോ. അല്ലാഹ് അന മിൻ അഹ്ലിന്നാർ, ഞാൻ നരകാവകാശിയായി പോയോ അല്ലാഹ്. സഹാബത്തിന്റെ ആദരവിന്റെ പോക്ക് നോക്കണേ നിങ്ങള്. ഞാൻ നരകാവകാശിയായി പോയോ? ചുരുക്കി പറഞ്ഞാല് സഹോദരങ്ങള്, ദിവസങ്ങളോളോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ മദീനത്ത് പള്ളിയിൽ കാണാതെ വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സാബിത്ത് ബിൻ ഖൈസ് തങ്ങളുടെ അയൽവാസിയായ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചോ, മാ ശഅനു സാബിത്തിൻ, മാ ശഅനു സാബിത്തിൻ, സാബിത്തിന് എന്താണ് സംഭവിച്ചത്?
സാബിത്ത് ബിൻ ഖൈസിന് എന്ത് സംഭവിച്ചു? സാബിത്തിനെ കാണുന്നില്ലല്ലോ. സ്ഥിരമായി പള്ളിയിൽ വരുന്ന മൗമുമീങ്ങളെ കാണാതെ വരുമ്പോ ഇമാമായ മുഹമ്മദ് റസൂലുള്ളാഹ് ചോദിക്കുകയാണ്, എന്തേ സാബിത്ത് ബിൻ ഖൈസിനെ കാണുന്നില്ലല്ലോ, സാബിത്തിന് എന്ത് പറ്റി? അപ്പോഴാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സാബിത്ത് ബിൻ ഖൈസിന്റെ പേരിലാണ് ആ ആയത്ത്. ഏത് ആയത്ത്? റസൂലുള്ളാഹി അങ്ങയുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചാൽ ആ സംസാരിച്ചവന്റെ എല്ലാ അമലുകളും അല്ലാഹു പൊളിച്ചു കളയുമെന്നുള്ള ആയത്ത് ഇറക്കിയത് സാബിത്ത് ബിൻ ഖൈസിന്റെ കാരണത്താലാണ് എന്നതുകൊണ്ട് സാബിത്ത് ബിൻ ഖൈസ് വീടിന്റെ ഉള്ളിൽ കതക് ബന്ധിച്ച് ഒരേ ഇരുപ്പാ. അല്ലാഹുവിന്റെ ഹബീബ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ പോവുക, സാബിത്ത് ബിൻ ഖൈസിനോട് പറയുക, ഞാൻ വിളിക്കുന്നു മദീനത്ത് പള്ളിയിൽ വരാൻ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, സാബിത്ത് ബിൻ ഖൈസ് തങ്ങളെ മുട്ട് വിളിച്ചു, ഞാൻ സഅദ് ബിൻ മുആദാണ്. ഈ രീതിയിലൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി നിന്നെ തിരക്കിയിട്ടുണ്ടോ? നിന്നെ കാണാതെ വന്നപ്പോ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ നീയുമായിട്ടേ റസൂലുള്ളാഹി അടുത്ത് ചെല്ലാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ കതകൊരു ചവട്ട് കൊടുത്തു തല്ലി പൊളിക്കുന്നു, ഓടുകയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാബിത്ത് ബിൻ ഖൈസ് പറയുകയാണ്, നബിയേ, വലഖദ് അലിംതും അന്നി മിൻ അർഫഇകും സൗതൻ അലാ റസൂലില്ലാഹ്. ആദരവായ നബിയെ, നിങ്ങളെ ശബ്ദത്തെക്കാൾ ഒച്ചത്തിൽ നിങ്ങളെ സമീപത്ത് സംസാരിക്കുന്ന ആളാണല്ലോ ഞാൻ. ഫഅന മിൻ അഹ്ലിന്നാർ. അക്കാരണം കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അമലുകളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ഞാൻ നരകാവകാശിയായി പോയല്ലോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സാബിത്ത് ബിൻ ഖൈസിനെ തന്റെ ചാരത്തെ കാണിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, സാബിത്ത്, ഒരിക്കലും നീ നരകാവകാശിയാണെന്ന് പറയണ്ടോ. നിന്റെ ശബ്ദം ഒച്ചത്തിലായതിന്റെ പേരിൽ ഒരിക്കലും നരകാവകാശിയാണെന്ന് പറയണ്ട സാബിത്ത്. നിന്റെ ഖൽബിൽ ഈ പ്രവാചകരായ എന്നോട് എന്തെന്നില്ലാത്ത മഹബ്ബത്തില്ലേ സാബിത്ത്, എന്തെന്നില്ലാത്ത ആദരവില്ലേ സാബിത്ത്. ബൽ അന്ത, അതുകൊണ്ട് തന്നെ ബൽ അന്ത മിൻ അഹ്ലിൽ ജന്ന, നരകാവകാശിയാണെന്ന് പറയണ്ട, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗാവകാശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാബിത്ത് തങ്ങളോട് പറഞ്ഞു, സാബിത്തേ, അമാ തർലാ അൻ തഈശ ഹമീദൻ വതുഖ്തല ഷഹീദൻ വതദ്ഖുലൽ ജന്ന. നീ വീടിന്റെ ഉള്ളിൽ കതക് ബന്ധിച്ചിരിക്കേണ്ടവനല്ല, നീ വളരെ മാന്യനായി സ്തുത്യർഹനായി ജീവിക്കേണ്ടവനാണ്. വതുഖ്തല ഷഹീദാ, നീ ഷഹീദായി മരിക്കാനുള്ളവനാണ്. പടർക്കളത്തിൽ നീ ഷഹീദായി മരിക്കേണ്ടവനാണ്. വതദ്ഖുലൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവനാണ്. നബി തങ്ങളുടെ പ്രവചനമാണ്. എത്രയോ നാളുകൾക്ക് ശേഷം, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നടന്ന ഒരു യുദ്ധത്തിൽ ഈ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പടവെട്ടി ഷഹീദായി മരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സാബിത്ത്, വതുഖ്തല ഷഹീദാ, നീ ഒളിച്ചിരിക്കേണ്ടവനാണോ? നീ ഷഹീദായി മരിക്കേണ്ടവനാണ്. വതദ്ഖുലൽ ജന്നത, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കേണ്ടവനാ. അതുകൊണ്ട് സാബിത്തേ, പ്രയാസപ്പെടണ്ട, വിഷമിക്കണ്ട. എന്നിരുന്നാലും സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, ഇല്ല നബിയേ, ഒരിക്കലും വല്ലാഹി സുമ്മ വല്ലാഹ് വലാ അർഫഉ സൗതി അബദൻ അലാ സൗതി റസൂലില്ലാഹ്. നബിയേ, ഒരിക്കലും നീ സാബിത്ത് അങ്ങയുടെ മുമ്പിൽ ഇനി ഒച്ചയിൽ സംസാരിക്കൂല. ഇതാണ് മഹാന്മാരുടെ ആദരവ്, മഹാന്മാരുടെ ബഹുമാനം. ഇത് സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, ഇനി ഞാൻ നിങ്ങളെ മുമ്പിൽ ഒച്ചത്തിൽ സംസാരിക്കൂല,
ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ നസലൽ അമീൻ വറൂഹുൽ അമീൻ മലക്കു ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ വീണ്ടും ഒരു ആയത്തുമായി ഇറങ്ങി വരികയാ. ഇന്നല്ലാഹ യഗ്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. إن الله يغضون أصواتهم عند رسول الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തില് അവിടുത്തെ ചാരത്തിൽ ശബ്ദം താഴ്ത്തി വളരെ താഴ്ന്ന ശബ്ദത്തില് നബി തങ്ങൾക്ക് ഒരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത തരത്തില് ശബ്ദത്തെ താഴ്ത്തുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വണ്ണമായ പ്രതിഫലമാണ്. ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അളീം. ആദരവ്, ആദരവാണ്, അവർക്ക് വലിയ വണ്ണമായ പ്രതിഫലമാണ്. ആർക്ക്? നബിതങ്ങളോട് ആദരവുള്ളവർക്ക്, നബിതങ്ങളോട് സ്നേഹമുള്ളവർക്ക്, നബിതങ്ങളോട് ഇഷ്ടമുള്ളവർക്ക്, നബിതങ്ങളോട് ബഹുമാനമുള്ളവർക്ക്, നബിതങ്ങളോട് ആദരവുള്ളവർക്ക് എന്തുണ്ട്? ലഹും ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അളീം. അവർക്ക് വലിയ വണ്ണമായ പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ബഹുമാനപ്പെട്ട അൽ ഹാഫിള് ഇബ്നു കസീർ തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹുജറാത്ത് വ്യാഖ്യാനിച്ചപ്പോൾ ഈ സംഭവം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസായി കൊണ്ടുവരുന്നു. അപ്പൊ റസൂലുള്ളാഹിനോടുള്ള ആദരവ്, ബഹുമാനം, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്, വല്ലാത്തൊരു അനുഭവമാണ്. അള്ളാഹു നബി തങ്ങളോട് ആദരവുള്ളവരായി, അള്ളാഹു നബി തങ്ങളോട് സ്നേഹമുള്ളവരായി, ഇഷ്ടമുള്ളവരായി, ഇഷ്ക് വെക്കുന്നവരായി അള്ളാഹു ജല്ല ജലാലു നമുക്ക് തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.